ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ ഫുഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അങ്ങനെ വലിയ സ്പെഷ്യലൊന്നുമില്ല, എങ്കിലും ഉള്ളതൊന്ന് ഭംഗിയാക്കി എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഭൂരി, അതിൻ്റെ ബാജി, ദോശ, ചന മസാല, ആപ്പിൾ, കുറച്ച് കുക്കുംബർ സ്ലൈസസ്. ഞാനിതിൽ ആപ്പിളും കുക്കുംബർ, നമ്മുടെ ബാജി മസാല എല്ലാം ഒരു വെജിറ്റബിൾസിൻ്റെ ഐറ്റംസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കടല ഒരു പ്രോട്ടീൻ എന്ന രീതിക്കാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വെജീസ് ഒരു ബാലൻസ്ഡ് മീലായിട്ടാണ് ഞാൻ ഇവിടെ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്കൊരുവിധം പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ടിഫിനാക്കിയ അതിൻ്റെ ബാലൻസാണ് പൂരി, അല്ലാതെ വെറൈറ്റി ഡിഷസ് അല്ല. മെയിൻ ഞങ്ങളുടെ ഫുഡായിട്ട് വന്നിരിക്കുന്നത് ദോശയാണ്. എന്നാലും പിള്ളേർക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ തയ്യാറാക്കിയ പൂരി ബാജി അതുകൊണ്ട് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതെല്ലാം കൂടി നന്നായി കഴിച്ച് കുഴപ്പമില്ലായിരുന്നു, കാരണം നമുക്ക് പ്രോട്ടീൻ നമ്മൾ നന്നായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പും, നമ്മുടെ വീട്ടിലുള്ള സ്നാക്സോ ബേക്കറിയോ സ്വീറ്റ്സ് കാർവിങ്സോ ഒക്കെ നമുക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ എടുക്കുന്ന 3 മീലിലും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈ 3 മീലിലും മാക്സിമം നമ്മൾ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് ശ്രമിച്ചാൽ തന്നെ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യം, വെജിറ്റബിൾസും അത്യാവശ്യം എടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ മീൽസിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. കാരണം വെയിറ്റ് ഗെയിൻ കൂടിക്കൊണ്ടിരിക്കുന്നവർക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം, കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് നമുക്ക് എന്താ പറയുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്കിതിൽ റോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കുക്ക് ചെയ്ത് എടുക്കുക. മീൻസ് വെജിറ്റബിൾസ് നമുക്ക് ചെറുതായിട്ട് സോട്ട് ചെയ്തിട്ടോ സ്റ്റീം ചെയ്തിട്ടോ യൂസ് ചെയ്യാം. പക്ഷേ ഫ്രൂട്ട്സിന് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട, ഗ്യാസ് ഉള്ളവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് പുളിപ്പുള്ള ഇതൊക്കെ ഒഴിവാക്കുക. അതായത് ഓറഞ്ച്, മൊസമ്പിയൊക്കെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നിന്ന് ഒഴിവാക്കുക. നമ്മൾ ആഫ്റ്റർ ഫുഡിന് ശേഷം, അതായത് ഏത് ഫുഡായിക്കോട്ടെ അതിന് ശേഷം നമ്മുടെ കറക്റ്റ് ഇൻ്റർവെൽ ടൈമിൽ നമ്മളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകാം. പിന്നെ നന്നായി വെള്ളം കുടിക്കുക. ഞാൻ വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്, മാക്സിമം പ്രോട്ടീൻ നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ സോയാബീൻ അല്ലെങ്കിൽ സോയ ചങ്ക്സ്, പനീർ, അങ്ങനെ തൈര്, നമ്മൾ പറയും തൈര് നല്ലതാണ്. പക്ഷെ നമ്മൾ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഒരു 3 ടേബിൾ സ്പൂണിൽ കൂടുതലൊന്നും മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം അതിലും മിൽക്കിൻ്റെ പ്രൊഡക്റ്റ് ആവുകൊണ്ട് നമുക്ക് വെയിറ്റ് ഗെയിനിന് കാര്യമുണ്ട്, വെയിറ്റ് ഗെയിൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാനിവിടെ പൂരി എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊരു ഓയിലി ഫ്രൈഡ് ഫുഡാണ്. ഞാൻ വലിയ വെയിറ്റ് മാനേജ് ചെയ്ത് പോകുകൊണ്ട് ഞാനത് കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ ആഗ്രഹത്തിന് ഒരു വിധം കഴിക്കുക. അല്ലാതെ നല്ല സ്റ്റർ ഫ്രൈ ആയത് കഴിക്കുക. ഓയിലിൽ നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തത് മാക്സിമം ഒഴിവാക്കുക. പിന്നെ എന്തോ പറയാനുണ്ടല്ലോ, പിന്നെ നമ്മൾ എടുക്കുന്ന ഫുഡ് നമ്മൾ കംപ്ലീറ്റായി കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കഴിക്കുന്ന മീൽസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് ഫുൾ അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ അതൊരു ബാലൻസ്ഡ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ലഞ്ചിന് ഞാൻ എടുത്തിരിക്കുന്നത് മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മോര് കറി, അതായത് ബീട്രൂട്ട്, മാക്സിമം വെജീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കൂടാതെ കുറച്ച് നമ്മുടെ കൊള്ള് പറയില്ലേ, മുതിര, ഓരോ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല, ഞങ്ങളിവിടെ കൊള്ള്, പാലക്കാട് ഈ ഭാഗത്ത് കൊള്ളെന്ന് പറയുക, മുതിര, അതിൻ്റെ ഒരു ചമ്മന്തി, പിന്നെ കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്. പിന്നെ ചീര മെഴുക്ക് പുരട്ടി. ഞാൻ ആകെ 2 ടേബിൾ സ്പൂണ് തൈര് ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആകെ ഒരു 5-6 ടേബിൾ സ്പൂണൊക്കെ റൈസ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് കൊണ്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. അതിനൊരു പ്രോട്ടീൻ സോഴ്സായിട്ട് ചെറുതായിട്ട് കണ്ടത് തൈരാണ്. പിന്നെ കൊള്ള് കുറച്ചുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത പോലെ ഒരു ബാലൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഡിന്നർ വളരെ സിമ്പിളായിട്ടാണ് എടുത്തിരിക്കുന്നത്. 2 ദോശ, നമ്മുടെ ഉള്ളി, തക്കാളി, ക്യാരറ്റ് ഒക്കെ ഇട്ട് കോക്കനട്ട് മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് അരച്ചത്, നമ്മുടെ ഓയിലില്ലാതെ, തീരെ ഓയിൽ നന്നായി കുറച്ചിട്ട്, തീരെ ഇല്ലയെന്ന് പറയാം നമുക്ക്. ചിലപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൂളിക്കാൻ മാത്രം, മുകളിലൊന്ന് നമ്മൾ ഇതാക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു എന്താണ് കുറച്ച് കറിയും കുറച്ച് മുളക് അരച്ച, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. മുളക് അരച്ച 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി വലിയ കുഴപ്പമില്ലാതെ കഴിച്ച് വെജിറ്റബിൾസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററിലൊക്കെ ഒരു ചെറിയ ശതമാനം പ്രോട്ടീൻ ഉണ്ടല്ലോ. കാർബോഹൈഡ്രേറ്റ് ആണ് അധികമെങ്കിലും പ്രോട്ടീൻ ഉണ്ട്. എന്നാലും ഒരുവിധം ബാലൻസ്ഡ് ആക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരു സംസാരത്തിന് എന്തെങ്കിലും തെറ്റുകൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.